ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു വ്ളോഗായിട്ട് വന്നേക്കാട്ടോ. അപ്പോൾ രാവിലെ തന്നെ നല്ല മഴ, നല്ലൊരു അടിപൊളി ക്ലൈമറ്റൊക്കെ ഇന്ന്. അതുകൊണ്ട് തന്നെ ഒരു മൂവി കാണാൻ ഒരു ഇൻട്രസ്റ്റ്. അപ്പം നിങ്ങൾ വിചാരിക്കൂ ഞാൻ തിയേറ്ററിൽ മൂവി കാണാൻ പോകുന്നത്. അല്ല ഗൈസ്, അങ്ങനെ എങ്ങാനും പിന്നെ ഞാൻ പെരയൊക്കെ കയറേണ്ടി വരില്ല. പിന്നെയുള്ള വഴി ടെലിഗ്രാം എടുക്കുക, ഓപ്പൺ ചെയ്യുക, മൂവി ആയിട്ട് ഡൗൺലോഡ് ചെയ്യുക. അങ്ങനെ തപ്പി പിടിച്ചൊരു മൂവിയൊക്കെ ഡൗൺലോഡ് ചെയ്യാനായിട്ട് നമ്മൾ വെറുതെ മൂവി കാണുമ്പോൾ ഒരു രസം ഉണ്ടാവില്ലല്ലോ. നല്ല മഴ, അതിനകത്ത ക്ലൈമറ്റ്, പിന്നെ ഒരു അടിപൊളി മൂവി, അതും ഫുഡും കൂടെ എൻ്റെ മോനെ. അപ്പോഴാണ് തോന്നിയത് മഴത്ത് മാഗി കഴിച്ചാൽ എങ്ങനെ ഉണ്ടാവും. അങ്ങനെ ഞാൻ മാറ്റിയത് അതിനാണ്, മാഗി വാങ്ങാൻ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് വരാം നമുക്ക്. അങ്ങനെ ഞാൻ ഇഷ്ടമുള്ളുണ്ട് വീടിൻ്റെ അടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റിൽ വണ്ടി എടുത്ത് പോയി. നമ്മളെ മാഗിയൊക്കെ എടുത്ത് നമ്മളവിടുന്ന് ഇറങ്ങി ഗൈസ്. ഒരൊറ്റ മാഗി വാങ്ങിയിട്ടുള്ളെങ്കിലും ആ ഒരു മാഗി വാങ്ങാൻ ഞാൻ കുറേ നേരം അവിടെ നിന്നിക്കണം. കാരണം ഞാൻ പറഞ്ഞുതരാം, ഞാൻ GPayയിൽ ക്യാഷ് ഉണ്ടാവും വിചാരിച്ച് ഞാൻ പോയി. അപ്പം എന്ത് മനസ്സിലായി, ഫോണിൽ നെറ്റില്ലേന് ഗൈസ്, ഞാനത് നോക്കാൻ മറന്നുപോയി. പക്ഷെ എന്തോ എനിക്കത് വാങ്ങാണ്ടായിട്ട് പോരാൻ തോന്നിയില്ല. പോകുമ്പോൾ നമ്മളൊരു ബാഗ് ഇട്ടീനു, അതിൽ ഞാൻ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല എന്നാണ് വിചാരിച്ചത്. ചെറുതായിട്ടൊന്ന് മൂഞ്ചിന്ന് മനസ്സിലായപ്പോൾ ഞാൻ ജസ്റ്റ് ബാഗ് ഒന്ന് തുറന്നു നോക്കിയപ്പോൾ അതിൽ കറക്റ്റ് 28 രൂപ ഉണ്ട് ഗൈസ്. ഇപ്പോൾ മനസ്സിലായില്ലേ, ഷോർക്കാൽ എന്തെങ്കിലുമൊക്കെ ഉപകാരം ഉണ്ടാവും, വെറുതെ ആവില്ലൊന്നും. ഹലോ, കഥ പറഞ്ഞ് നമ്മളങ്ങനെ വെള്ളം തിളച്ചിട്ടാ. അങ്ങനെ അടുപ്പ് കത്തിച്ച് പാത്രം വെച്ച് വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് ഓയിൽ ഒഴിച്ച് നമ്മൾ ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല, എന്നാലും അടന്നോട്ട് രസമല്ലേ. അങ്ങനെ ആ തിളച്ച വെള്ളത്തേക്ക് നമ്മൾ ആ 2 മാഗിയും കൊണ്ടുപോയിട്ട് കഴിച്ചു. അങ്ങനെ കവറിലുള്ള പൊടിനെ വെറുതെ ഇവിടെ ഉണ്ടായിരിച്ച് അതും ഞാൻ അതിൽ കൊണ്ടുപോയിട്ട് കഴിച്ചു. അങ്ങനെ ആ 2 പാക്കറ്റ് മസാല ഇട്ട് നമ്മളതവിടെ വെച്ച്. പിന്നെ ഈ മാഗിൻ്റെ പരസ്യക്കാർ വന്നുടായിപ്പാണ് ഗൈസ്. ഓരോ പരസ്യത്തിലും അതേമാതിരി ആ കവറിലൊക്കെ പറയും 2 മിനിറ്റ് മതി മാഗി ഉണ്ടാക്കാനൊക്കെ. ഒലക്കെയാണ്. ആ വെള്ളം തിളയ്ക്കാൻ വേണം 5 മിനിറ്റ്. ആ വെള്ളം തിളച്ച ആ മാഗി ആയിക്കിട്ട് ഓയിലൊഴിച്ച് ഉപ്പിട്ട് വരുമ്പോൾ ടൈം എത്ര, അതിന് 2 മിനിറ്റൊക്കെ മതി. നിങ്ങൾ വരി, നിങ്ങളത് മതി എന്ന് പറഞ്ഞാലോ എനിക്കത് പോരാ. കാരണം ഞാൻ ഈ വെറും ഉപ്പും മസാലയും മാത്രം ഇട്ടിട്ടല്ല ഗൈസ് ഞാൻ മാഗി ഉണ്ടാക്കൽ. എനിക്ക് എന്തുണ്ടാക്കുമ്പോഴും എൻ്റെതായിട്ട് എന്തെങ്കിലുമൊക്കെ അതിൽ അഡീഷണലായിട്ട് ആഡ് ചെയ്യണം. അപ്പോഴേ എനിക്കൊരു എന്താ പറയുക, ഒരു റാഹത്താവുള്ളൂ. ഇതിലിപ്പോൾ ഞാൻ എന്തൊക്കെയോ ആഡ് ചെയ്തിക്കണേ. ഫസ്റ്റ് ആ ഉപ്പും വെള്ളവും ഓയിലും ഇട്ട്, പിന്നെ അതിലേക്ക് ഞാൻ മന്തി മസാല ഇട്ടിക്കണ്, മാഗി മസാല ഇട്ടിക്കണ്, കറിവേപ്പിൻ്റെ ഇട്ട്, സോയാ സോസ് ഒഴിച്ച്, കുറച്ച് സ്പൈസിന് വേണ്ടി ഞാൻ ചില്ലി ഫ്ലേക്സും ഇട്ടിക്കണ അതിലേക്ക്. ആ സ്പൈസിയും പോരായിട്ട് പിന്നെ ഞാൻ കുരുമുളക് ഇട്ടിക്കണേ, പക്ഷെ ഞാനത് വീഡിയോയിൽ എടുത്തിട്ടില്ല. അങ്ങനെ അതൊക്കെ പാടെടുത്ത് ഏകദേശം 3/4 പരിപാടി നമ്മളതവിടെ കഴിഞ്ഞ്. അങ്ങനെ നമ്മളൊഴിച്ച് വെള്ളം അതിൻ്റെ 3/4 ഭാഗത്തോളം വറ്റിയെന്ന് മനസ്സിലാവുമ്പോൾ നമ്മളതിലേക്ക് എന്തിട്ട് ഗൈസ്, ചീസ് ഇട്ട് കൊടുത്ത്. ഈ ചീസ് സ്ലൈസിൻ്റെ കവർ അയക്കാൻ ഞാൻ വേണ്ടി കുറച്ച് നേരം അതിലും പെട്ടിക്കണേ. അപ്പോൾ 2 എത്ര മിനിറ്റ് ആയിട്ടുണ്ടാവും. അങ്ങനെ എങ്ങനെയൊക്കെയോ ആ കവറൊക്കെ ഊരി ആ സ്ലൈസായി നിരത്ത് നമ്മൾ മാഗിലോട്ടിട്ട് അതതിൽ മെൽറ്റ് ചെയ്യണ വരെ അതിൽ നമ്മൾ കുക്ക് ചെയ്തെടുത്ത്. അങ്ങനെ ഒരു കോയമുട്ടുമ്പോൾ നമ്മളേക്ക് പൊട്ടിച്ചിട്ട് അത് സ്ക്രാമ്പിൾ ചെയ്തെടുത്തൊന്നും വേണ്ട കേട്ടോ. അത് ആ വെള്ളത്തിൽ തന്നെ കിടന്ന് ആ മാഗിയിൽ തന്നെ കിടന്ന് കുക്കായിട്ട് വന്നോളൂ. അങ്ങനെ അതും കഴിഞ്ഞ്. ആരും തിന്നൂലെങ്കിലും കറിവേപ്പിൻ്റെ എല്ലാം നമ്മൾ പിന്നെ ആ ഒരു ഫ്ലേവറിനും ആ ഒരു സ്മെല്ലിനൊക്കെ ഇടല്ലോ. അങ്ങനെ ഞാനും ഇട്ട് കുറച്ച്. അങ്ങനെ നല്ലൊരു സ്മെല്ല് വന്നപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ വറ്റി ഒന്ന് സെറ്റായി ഇതേമാതിരി ആയപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിച്ച്. അതും കട്ടൻ ചായമ്പാടായാൽ വേറൊന്നും വേണ്ട. അല്ല, നമ്മളെന്ത് പറഞ്ഞാൽ തുടങ്ങിയത്, നല്ല ക്ലൈമറ്റാണ്, മൂവി കാണാൻ പറ്റിയ ടൈമാണ് എന്നൊക്കെ അല്ലേനോ. ആ മഴ രാവിലെ ഇനി വൈകുന്നേരം ആയപ്പോൾ അതൊക്കെ അങ്ങനെ ഇപ്പം എന്തായാലും ഉണ്ടാക്കിയതല്ലേ. അങ്ങനെ ആ മൂവിയും കണ്ട് നമ്മൾ നിന്ന്, മഴയില്ലെങ്കിലും എന്താ നമുക്ക് മൂവി കാണാം, പിന്നെന്താ. അപ്പം അത്രയൊക്കെ ഉള്ളൂ. ശരി എന്നാൽ പിന്നെ കാണാം, ചാച്ച.